ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ആമിയെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ആമിക്ക് സച്ചിയുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് മതിയാവണില്ല. ആമി പറയുന്നുണ്ട്, സച്ചിയാണ് എൻ്റെ ചെറുപ്പത്തിലത്തെ ഹീറോ ഉണ്ടായിരുന്നത്, എന്നെ എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയാണ്. അന്നൊക്കെ സച്ചിയുടെ കൈ പിടിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നത്. ഒരിക്കൽ ഞാൻ എൻ്റെ മേത്തേക്ക് ഒരുത്തൻ മുള്ളും കെട്ട് കൊടുത്തിട്ടപ്പോൾ സച്ചി അവനെ എൻ്റെ വീട് വരെ ഓടിച്ചു വിട്ടു. അതുപോലെ തന്നെ എൻ്റെ കാലൊടിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പോയിരുന്നതെന്നറിയാം. അപ്പോൾ രേവതി ചോദിക്കുക, എങ്ങനെ പോയിരുന്നത്? ഓട്ടോറിക്ഷയിലാവില്ലേ? അല്ല, ഞാൻ ഇവൻ്റെ ചുമലിലിരുന്നിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയിരുന്നത്. പിന്നെ ഒരിക്കൽ ഞാൻ തോട്ടി വീണു. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഞാൻ തോട്ടിൽ വീണ സമയത്ത് സച്ചിയാണ് ഓടി വന്ന് എന്നെ രക്ഷിച്ചത്. അവൻ്റെ ജീവൻ പോലും അപകടത്തിലാവുമോ എന്ന് ചിന്തിക്കാതെയാണ് അവൻ എന്നെ രക്ഷിച്ചത്. അന്ന് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുടെയും ആദരവൊക്കെ അവന് കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ സത്യത്തിൽ തോട്ടിൽ വീണത് ഒരു ഫ്രോഡ് കാരണം കൊണ്ടായിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലത്തെ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, മോളെ ആമി പറഞ്ഞിട്ട് നിർത്തിക്കും ആ സംസാരം അവിടെ. എന്നിട്ട് പറയും, മോളെ ആമി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ബാക്കിയൊക്കെ പിന്നെ പറയുമ്പോൾ പെട്ടെന്ന് ആമിക്ക് മനസ്സിലാവും ടോപ്പിക്ക് സംസാരിക്കാൻ പാടില്ല. എന്നപ്പോൾ ആമി പറയും, ശരിയാ, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആമി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് സഹിക്കണില്ല കേട്ടോ. രേവതി അപ്പോൾ സച്ചി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ദൈവമേ എനിക്കുള്ള പണി ആയിട്ടുണ്ട് എന്നിങ്ങനെ സച്ചി വിചാരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ സമയത്ത് ശ്രുതിയും കൂടിയിട്ട് മോളിലാണ്. ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആമി ശരിക്കും നീലിമയുടെ ആളായിരിക്കും, അവൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി വന്നതായിരിക്കും, എനിക്ക് ഉറപ്പാണ്. അത് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ ഓടിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് ചോദിക്കും, ശ്രുതിയോട് ചോദിക്കും, ശ്രുതി നീ എന്താ ആലോചിച്ചിരിക്കണേക്കുമ്പോൾ ഇങ്ങനെ നീലിമയോട് സംസാരിക്കണം, നമുക്ക് നീലിമയോട് അല്ല സോറി ശ്രുതി, നമുക്ക് ആമിയോട് സംസാരിക്കണം, നീലിമ വിട്ട ആളാണോ എന്ന് നമുക്ക് അറിയണ്ടേ, അതിപ്പോൾ എങ്ങനെ അറിയും, അതിപ്പോൾ നമുക്ക് നോക്കി നോക്കാം അവളോട് സംസാരിക്കുക പറയുമ്പോൾ ശ്രുതി പറയും നമുക്ക് പോയി സംസാരിക്കുമ്പോൾ ശ്രുതി പോയി സംസാരിക്കുക പറയും. അപ്പോൾ ശ്രുതി പറയും, ഞാനോ? ശ്രുതി വാ നമുക്ക് രണ്ടുപേർ കൂടി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി ആമിയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരികയാണ്. അപ്പോൾ ആമിക്ക് കോൾ വന്നേക്കാണ്. അപ്പോൾ ഇവർ വരുമ്പോൾ ആമി ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞില്ലേടി, ഞാൻ 2 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നല്ലേ, നീ എനിക്ക് റിലാക്സ് ചെയ്യാൻ ഒരു സമയം എന്തായി, നീ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്നില്ല, നീ പറഞ്ഞ കാര്യം ഞാൻ ശരിയാക്കിയിരിക്കും. ഒരു കാര്യത്തിന് ആമി ഇറങ്ങി അത് ശരിയാക്കിയിട്ട് ആമി പിന്തിരിയും നിനക്ക് അറിഞ്ഞൂടെ, നീ പറഞ്ഞില്ലേ, നീ പറഞ്ഞ പോലെ തന്നെ ഒക്കെ ഞാൻ ചെയ്തിരിക്കും, നിനക്ക് കിട്ടാനുള്ളതാണ് നിനക്ക് കിട്ടിയിരിക്കും. ഇതൊക്കെ കേൾക്കാണ് ശ്രുതി. അപ്പോൾ ആമി ഇതൊക്കെ കാണുന്നുണ്ട് ഇവർ കേൾക്കണത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് തിരുമ്പ് ഇവർ രണ്ടുപേരും ആമിയുടെ അടുത്തേക്ക് വരും. ആമി ചോദിക്കും, ഇത് തീരെ ശരിയല്ല പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്ത് നിങ്ങൾ ചെയ്തത്? ഞങ്ങൾ എന്ത് ചെയ്തു? ഇവനെ ചെറുപ്പത്തിൽ ഞാൻ കുറച്ച് കാലം കണ്ടിട്ടില്ല, ഇവനെ അന്നും ഫ്രോഡാണ് ഇന്നും ഫ്രോഡാണ്, ആ ഫ്രോഡത്തരം നിൻ്റെ നിന്ന് വിട്ടിട്ടില്ല അല്ലേ? ഒരാൾ ഫോൺ സംസാരിക്കുമ്പോൾ പിന്നിൽ വന്ന് കേൾക്കണത് ശരിയാണോ ചോദിക്കും. നീ സത്യത്തിൽ നീ ഇപ്പം എന്തിനാ ആമി ഇങ്ങോട്ട് വന്ന്? ഞാൻ വന്നത് സച്ചിനെ അങ്കിളിനെയും കാണാൻ, അത് തന്നെയാണോ നിൻ്റെ ഉദ്ദേശം? അതെ. അപ്പോൾ ഇത്രയും കാലം വരാതെ നീ ഇപ്പോൾ വന്നത്? എനിക്കിപ്പോൾ വരാൻ തോന്നി, ഞാൻ വന്നു. അപ്പോൾ ശ്രുതി പറയും, സത്യം പറ, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമില്ലെന്ന് ചോദിക്കും. അപ്പോൾ ആമി ഒരു മിനിറ്റ് എന്നിട്ട് പറയും, ഒരു വലിയ ഉദ്ദേശമുണ്ട്. എന്താ അത് ചോദിക്കുമ്പോൾ പറയും, ആമി പറയും, കുമ്പളങ്ങ മുറിക്കാൻ എന്ന് പറയും. ഈ കുമ്പളങ്ങ മുറിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവരെ കളിയാക്കിയിട്ട് ആമി അകത്തേക്ക് പോകും. ഈ സമയത്ത് വർഷി രേവതിയും കൂടിയിട്ട് മുഖത്തിരിക്കുന്ന സമയത്ത് രേവതിയോട് വർഷ പറയണം, രേവതി ചേച്ചി ശ്രദ്ധിച്ചോ, എന്തോ ഒരു ടോപ്പിക്ക് പറയാൻ വന്നപ്പോഴല്ല അങ്കിൾ അവിടെ വിലക്കിയത് ആമി ചേച്ചീനെ. പണ്ടും സച്ചിയേട്ടൻ അച്ഛമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് എന്തോ ഒന്ന് പറയാൻ വന്നപ്പോൾ അന്നും അങ്കിൾ അവിടെ വിലക്കി. എന്തോ ഒരു കാര്യം സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ഒരു പക്ഷേ സച്ചിയേട്ടൻ്റെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടാവുക ആ ഒരു കാര്യം കൊണ്ടായിരിക്കും. രേവതി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ സച്ചിയേട്ടൻ? അതില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നല്ലോ, എന്നിട്ട് ചേച്ചിയോട് സച്ചിയേട്ടൻ അത് പറഞ്ഞിട്ടില്ലേ? ഇല്ല, പക്ഷേ എനിക്കറിയില്ല, ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചത്, പക്ഷേ സച്ചേട്ട അതിനെപ്പറ്റി എന്നോട് പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ വിചാരിക്കണം, എന്തായാലും ആമിയോട് ചോദിച്ചാൽ ആമിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ആമി ആ കാര്യം എന്താണെങ്കിലും എന്നോട് പറയും, ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് രേവതി. വർഷോട്ട് പിന്നെ വർഷേ ചേച്ചിക്ക് ആ മരുന്നൊന്നും എടുത്തു തരുമോ? അപ്പോൾ എന്തെടുത്തു തരുമോ എന്ന് ചോദിക്കണ്ടേ? ഇനി മേലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചേച്ചിയെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കണം, ഇനി എന്നോട് നാളെ തൊട്ട് ഇങ്ങനെ പറയണ്ട, നല്ല ഇടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വർഷ രേവതിക്ക് മരുന്നെടുക്കാൻ വേണ്ടി പോവും. അത് കഴിഞ്ഞിട്ട് വർഷ രേവതിയോട് പറയും, രേവതി ചേച്ചി ഞാനേ രാത്രി രേവതി ചേച്ചിയുടെ റൂമിലേക്ക് വരാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പറയുമ്പോൾ രേവതി പറയും, അയ്യോ മോളെ ഞാൻ ആമിയുടെ കൂടെ കിടക്കണം. ആമി ചേച്ചിയുടെ കൂടെ? അത് ഗസ്റ്റ് അല്ലേ, അവരുടെ കൂടെ നമ്മൾ കിടന്ന് എങ്ങനെ ശരിയാവും? അപ്പോൾ രേവതി ചേച്ചിക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ ആര് നോക്കും? ആമി നോക്കിക്കോളും. അത് ശരിയല്ലല്ലോ, അവർ നമ്മുടെ ഗസ്റ്റ് അല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയും, ഗസ്റ്റ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ആ റൂമിൽ കിടന്നില്ല അച്ഛൻ ഹോളിൽ കിടക്കേണ്ടി വരില്ലേ, അത് ബുദ്ധിമുട്ടാവില്ലേ? പക്ഷേ എന്തായാലും സാരമില്ല, ആമിയുടെ കൂടെ കിടക്കാം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ രേവതിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ സത്യം എന്താണെന്ന് ആമിയുടെ വായിൽ നിന്ന് കേൾക്കുക എന്നതാണ് രേവതിയുടെ ഉദ്ദേശം. അത് കഴിഞ്ഞു
അത് കഴിഞ്ഞിട്ട് ആമി സച്ചിയും കൂടി സംസാരിക്കുമ്പോൾ സച്ചി പറയണ നീ അത് തുറന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ആമി, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇതുവരെ രേവതിയോട് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ലല്ലോടാ നീ രേവതിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന്. ഞാനത് അബദ്ധത്തിൽ എൻ്റെ വായിൽ നിന്ന് വീണേനെ. അങ്കിൾ അത് വാങ്ങിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണേനെ. എനിക്കറിയില്ലല്ലോ നീ രേവതിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ലല്ലോ സച്ചി എന്ന് പറയണം. ഇല്ല, ഞാനത് പറഞ്ഞിട്ടില്ല. അവൾ ഒരിക്കലും അത് അറിയരുത്, അവൾ അറിയണ്ട, അത് അവൾ അറിയരുത് എന്നിങ്ങനെ പറയണം. ഈ സമയത്ത് വർഷി രേവതിയും കൂടി വന്നിട്ട് ചോദിക്കും ഞങ്ങൾക്ക് ഈ റൂമിലേക്ക് കടന്നു വരാമോ. അപ്പോൾ അതിന് മുമ്പ് പറയുന്നുണ്ട് ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കുക, പക്ഷേ എൻ്റെ മനസ്സിലിരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് വർഷ രേവതി കൊണ്ട് കിടന്നിട്ട് ചോദിക്കും ഞങ്ങൾക്ക് റൂമിലേക്ക് വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അതിനെന്താ വരാമല്ലോ എന്ന് പറയും. അങ്ങനെ കയറി വരുമ്പോൾ രേവതി പറയും ഞാനേ ഇന്ന് ഈ റൂമിലാണ് കിടക്കണേന്ന് പറയും. അപ്പോൾ സച്ചിൻ ഞെട്ടും. സച്ചിൻ ഞെട്ടിയിട്ട് ആമീനെ നോക്കുമ്പോൾ രേവതി പറയും എന്തേ ഞെട്ടി നോക്കണത്, ഞാൻ നീ റൂമിലാണ് കിടക്കണത്, അതൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറയും. അപ്പോൾ രേവതി പറയും ആമി ഒരു കാര്യം തുറന്ന് പറയാലോ. പറയില്ല ആമി ഒന്നും വിചാരിക്കുന്നത്, എന്താ പറഞ്ഞോ. അപ്പോൾ ആമി ആദ്യമേ പറയും ഈ റൂമിൽ പ്രേതബാധ ഉണ്ടോ, എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസമില്ല കേട്ടോ രേവതി, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള, എനിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ രേവതി പറയും അതല്ല ആമി അറിയേണ്ട ഒരു കാര്യമുണ്ട് ആമി, ഈ വീട് വലിയ വീടാണ്, പക്ഷേ ആകെ 3 ബെഡ്റൂമല്ല ഇവിടെ. ഒന്നിൽ ശ്രീകാന്തും വർഷയും കിടക്കുക, ഒരെണ്ണത്തിൽ ഞാൻ കിടക്കുക, പിന്നെ അച്ഛൻ്റെ ബെഡ്റൂമാണ് ഇപ്പോൾ നിനക്ക് തന്നേക്കുന്നത്. ഇനിയിപ്പോൾ നീ ഈ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ അച്ഛൻ ഹോളിൽ കിടക്കേണ്ടി വരും, അത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതിപ്പോൾ എന്തായാലും നീ ഇപ്പോൾ വീട്ടിലത്തെ വിരുന്നുകാരി അല്ലെ വീട്ടുകാരി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇത് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് നിന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ആമി പറയും അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു, സോറി എന്ന് പറയും. അല്ല നീ പറഞ്ഞല്ലോ വീട്ടിലത്തെ വിരുന്നുകാരിയല്ല, എൻ്റെ വീട് തന്നെയാണത്, ഞാൻ വീട്ടുകാരിയാന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ നീ അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ കിടക്കണമെന്ന് പറയുമ്പോൾ ആമി പറയും ഓക്കെ രേവതി എൻ്റെ കൂടെ കിടന്നോ, ഞാൻ രേവതി കൂടി കിടന്നോളാം, നമുക്ക് ഒരുമിച്ച് കിടക്കാട്ടെ രേവതി എന്ന് പറയും. അങ്ങനെ അപ്പോൾ സച്ചി അപ്പോഴും സമ്മതിക്കില്ല. സച്ചിക്ക് മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. ആമിയുടെ അടുത്ത് നിന്ന് രേവതിയെ സത്യം ചോർത്തെടുക്കുന്നു. അപ്പോൾ സച്ചി വേണ്ട റൂമിൽ പോയി കിടക്കാമെന്നൊക്കെ പറയുമ്പോൾ ആമി പറയും എടാ ഭാര്യ ഇല്ലാണ്ട് നിനക്ക് കിടക്കാൻ പറ്റുമോ, നീ ഒന്ന് നോക്കും, ഒരു ദിവസം ഭാര്യ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്ക് പറഞ്ഞിട്ട് പറയും. അപ്പോൾ രേവതിനെ മെല്ലെ വീൽ ചെയറിന് എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് കിടക്കയിലേക്ക് എടുത്ത് കിടത്തും. വർഷയുണ്ട്, ആമിയുണ്ട്, സച്ചിയുണ്ട്, എല്ലാവരും കൂടി രേവതിനെ എടുത്തിട്ട് വീൽ ചെയറിന് എടുത്ത് കിടക്കയിലേക്ക് എടുത്ത് കിടത്തിയിട്ട് സച്ചി മനസ്സോട്ട് കൂടെ രേവതി ഗുഡ് നൈറ്റ് ഇട്ടോ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോവാണ്. അപ്പോൾ ആദ്യം വർഷ പറയും എല്ലാവരോടും ഗുഡ് നൈറ്റ് ചേച്ചി നാളെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും യാത്ര പറഞ്ഞ് വർഷപ്പവും. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും രേവതി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി യാത്ര പറഞ്ഞിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് സച്ചി പോവാണ്. അവർ പോയി കഴിയുമ്പോൾ രേവതിയും വർഷയും കൂടി രേവതി ആമയും കൂടി കിടക്കണം. അപ്പോൾ ആമി ചോദിക്കുക ആൻറ്റി എന്നാ വരിക. അപ്പോൾ അമ്മ ഒരു 10-15 ദിവസമാവുന്ന പറഞ്ഞതെന്ന് പറയാണ് രേവതി. നന്നായി, ഞാൻ പോണേട്ടിൽ മുന്നേ വരാതിരുന്നാൽ മതി. അപ്പോൾ ആമിയോട് ചോദിക്കുക അതെന്താ ആമിക്ക് ആൻറ്റീനെ ഇഷ്ടമല്ലേ. എനിക്കിഷ്ടമല്ല, ആൻറ്റീനെ ഇഷ്ടമല്ല, ആൻറ്റിയുടെ മൂത്ത മോനെ എനിക്കിഷ്ടമല്ല പറയണം. അപ്പം രേവതി പറയും അതെന്താ ആൻറ്റി ആമിയോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, സച്ചിയേട്ടനെ ഇഷ്ടമല്ല, സച്ചിനെ ഇഷ്ടമില്ലാത്തവരെ എനിക്കും ഇഷ്ടമല്ല എന്ന് പറയണം. സച്ചിയേട്ടനെ അമ്മയ്ക്ക് സച്ചിയേട്ടനെ ഇഷ്ടമല്ലെങ്കിലും സച്ചിയേട്ടന് അമ്മയോട് യാതൊരുവിധ വിരോധവും ഇല്ല കേട്ടോ അമ്മി, സച്ചിയേട്ടന് അമ്മ എന്ന് വെച്ചാൽ ജീവനാണ് എന്നൊക്കെ പറയണം. അപ്പം ആമി പറയും ആൻറ്റിയുടെ മൂത്ത മോനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവനൊരു ഫ്രോഡാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആമി തിരിഞ്ഞു നടക്കും. അവളുടെ രേവതിയുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആമി തിരിഞ്ഞു നടക്കുന്നത്. അപ്പോൾ രേവതി പിന്നെ ആ ഒരു ടോപ്പിക്ക് കിട്ടിയാൽ രേവതി തുടങ്ങി വയ്ക്കുകയാണ് സച്ചിയേട്ടന് അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്തോ സച്ചിയേട്ടൻ്റെ ജീവിതത്തിൽ സച്ചിയേട്ടനെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാകും. സച്ചിയേട്ടനോട് ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചത് സച്ചിയേട്ടൻ അത് പറഞ്ഞില്ല, എന്തോ സച്ചിയേട്ടനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് ഒരു പക്ഷേ സച്ചിയേട്ടൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചതായിരിക്കാം. ആമി പറഞ്ഞല്ലോ സച്ചിയേട്ടൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ സച്ചിയേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ആ ഒരു ഇൻസിഡൻ്റ് ആവും. ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചത് എന്നോട് സച്ചിയേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് എന്താണെങ്കിലും എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ആമി എന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി. ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി രേവതി ആമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ആമി ഉറക്കം നടിച്ചിട്ടാണ് കിടക്കണത്, ഉറങ്ങുകയാണ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെയാണ് ക്ലൈമാക്സ് വരുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ചമ്പന്നിപ്പ് അവസാനിക്കുന്നത്. പിന്നെ ഞാൻ എന്നും റിപ്പീറ്റായിട്ട് പറയണ പോലെ ഇന്നും പറയാം, എൻ്റെ കഥ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്